കുറേ നാളായിട്ട് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ വീഡിയോസുകളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആരും ലൈക്കും സബ്സ്ക്രൈബറൊന്നും ഇല്ലാത്ത കാരണം വീഡിയോ അതും ചെയ്തില്ല. പിന്നെ മടി കാരണം നിർത്തി വെച്ചു. വീണ്ടും ഇതാ ഇപ്പോൾ കോഴി വളർത്തുന്നുണ്ട്. അത് ഇപ്പം എനിക്ക് 100 രൂപയൊക്കെ ലാഭം കിട്ടും എടുത്ത്. അപ്പോൾ ഇത് നല്ല ഇതാണ്. അതിൻ്റെ കോഴിക്കാരൊക്കെ എടുത്ത് ഇട്ടാണ് പുളിച്ചിക്ക, പപ്പങ്ങ, കരിവേപ്പില എല്ലാത്തിലും ഇട്ട് നല്ല വളരുന്നുണ്ട്. പിന്നെ ഇപ്പം ദയവായി നിങ്ങൾ എനിക്ക് ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബറൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതാണ് എൻ്റെ പുളിച്ചി മരം. പുളിച്ചി നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങളെ എവിടെയൊക്കെ പുളിച്ചി എന്നാണ്, പുളിച്ചിക്ക എന്നാണ് പറയുന്നത്. ഇതിപ്പം ഞാൻ കോഴി വളർത്തി നിന്ന് അതിൻ്റെ ഓരോ എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം ആയി കാണും ഈ പുളിച്ചി നട്ടിട്ട്. അപ്പോൾ ഇതിൽ അതിൻ്റെ ഓരോ ഇടനോട് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇത് പപ്പങ്ങ. ഇത് ഞാൻ കോഴിയിൽ നിന്നുള്ള വളമൊക്കെ എടുത്തിട്ട് ഇതിലിട്ടാണ് ഈ പപ്പങ്ങ. ആദ്യമൊന്നും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. ഇപ്പം കോഴിയുടെ കാഷ്ടമൊക്കെ എടുത്തിട്ട് പപ്പങ്ങ നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് കോഴിയുടെ കാഷ്ടം എടുക്കുന്നുണ്ട് ഇത് കുഞ്ഞിൽ നല്ല നല്ല ഫലം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ചെടിയാണ്. ഇതും അതേപോലെ തന്നെ ആ കോഴി കാഷ്ടത്തിൽ നിന്ന് വളർത്തുന്നതിന് അത് നല്ല പൂക്കൾ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. മുളക് എൻ്റെ മുളകാണ്, കാന്താരി മുളക്. ഇതിൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് മുളക്. ഇതിപ്പോൾ ഞാൻ ഒരു മാസമാകുമ്പോൾ 1 കിലോ മുളകൊക്കെ കിട്ടും എല്ലാത്തിൽ നിന്നും കൂടെ. അപ്പം നല്ല പഴുത്ത് പറിക്കാതെ നിൽക്കുകയാണ് മുളക്. ഇതും കോഴിയുടെ കഷ്ടത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഇതിന് എനിക്ക് കിട്ടുന്നത്. കാന്താരി മുളകാണ് ഇത്. ഇതും ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്. ഈ വളം നമ്മൾ ഇത് കോഴിയുടെ കാഷ്ടം കിട്ടുന്നുണ്ട്, എല്ലാത്തിനും കാച്ച് ഫലം കിട്ടുന്നുണ്ട്. മുളക് ഇഷ്ടംപോലെ ഉണ്ട്. വേറൊരു പപ്പായ ചെടിയാണ്. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നിറയും കായും ഫലമെല്ലാം കിട്ടുന്നു. അത് കോഴിയുടെ ഒരു കാഷ്ടം ഇടുന്നതുകൊണ്ടാണ് അത് നിറയെ കായ്ക്കുന്നത്. എല്ലാം കൊണ്ട് കോഴിയുടെ ഒരു വളം നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇതേപോലെ എല്ലാം കിട്ടും. കോഴി വളർത്തുന്നവർക്ക് ഇത് വളരെ വലിയ ഉപയോഗമാണ്.